ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം വന്നു ചേർന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എമ്പുരാനെ കുറിച്ചും കുറച്ച് പറയാനുണ്ട് ഗൈസ്. നാളെയാണ് ഞാൻ എമ്പുരാൻ കാണാൻ പോകുന്നത് ഗൈസ്. നാളെ എന്തായാലും വ്ളോഗ് ചെയ്യും, അതെന്തായാലും ചാനൽ കിട്ടണം ഗൈസ് നമുക്ക്. ഗൈസ് പിന്നെ ഇന്ന് ഡാൻമലഫി ചെയ്യാന്ന് വിചാരിച്ചിന് ഗൈസ്. പിന്നെ വിചാരിച്ചു ഡാൻമലഫി ചെയ്യണ്ട, വേറെ എന്തെങ്കിലും ഫൈനലി 10th വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഗൈസ്. അതുകൊണ്ടാണ് ഫൈനലി കഴിഞ്ഞിരിക്കുന്നു. ഐ ആം ഫ്രീ. ഓക്കെ ഗൈസ്, ഇത്രയും നാളും ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടേ, അതെല്ലാം ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്ത് വെച്ച വീഡിയോ ഞാനിങ്ങനെ ഒരാഴ്ച മുമ്പ് ചെയ്ത് വെച്ച വീഡിയോ ആയിരിക്കും ഇട്ടത് ഗൈസ്. ഇനി മുതൽ നമ്മൾ ചെയ്യുന്നു, ഇടുന്നു, ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ ആയിരിക്കും ഗൈസ്. ഇനി എപ്പോഴും ഉണ്ടാവുക. ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണം ശ്രമിക്കും ഗൈസ്. ഇന്ന് അടദോശ കേട്ടോ ഗൈസ്. കുറേ നാളെ അടദോശ വന്നിട്ട് ഗൈസ്. നോക്കറോ ഗൈസ്, ഞാൻ ശരിക്കും ഇവിടെ നല്ലത് തിന്നാണ് കാണിച്ചിട്ട്. നല്ല വെളിച്ചുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ്. അടദോശ സീനാണ് ഗൈസ്. പിന്നെ വിഷുവിനൊക്കെ നല്ല വ്ളോഗൊക്കെ ചെയ്യും, ചാലഞ്ച് ചെയ്യണം, എന്തെല്ലോ ചെയ്യാനുണ്ട്, കുറേ വീഡിയോസ് ചെയ്യും ഗൈസ്. ഞാൻ ചായ അടിച്ചിട്ട് തരാം, എന്നിട്ട് ബാക്കി പറയാം ഗൈസ്. ചായ അടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞു തന്നത് അന്ന് ഞാൻ ഇട്ടിട്ട് ഒരു വീഡിയോ, ഒരു ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞ വീഡിയോ മാത്രമേ ഞാൻ അന്ന് ചെയ്തിട്ട് അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടു. ബാക്കി ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ ചെയ്ത് വെച്ചിട്ട് ഗൈസ് പിന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഗൈസ്. ഇനി അങ്ങനെയല്ല, ഇനി നമ്മളെപ്പോൾ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്ന ഗൈസ്. എന്തായാലും എനിക്ക് മുടി മുറിക്കാനും പോകണമെന്നുണ്ട് ഗൈസ്. അടുത്ത വ്ളോഗ് എന്തായാലും എമ്പുരാനായിരിക്കും, എമ്പുരാൻ കാണാൻ വന്നത്. അത് കഴിഞ്ഞ് ഒന്ന് ഫുള്ളൊന്ന് മുറിച്ച് സെറ്റ് ആക്കണം, മേക്ക് ഓവറൊക്കെ ചെയ്യണം ഗൈസ്. വെയിറ്റിംഗ്. ഓക്കെ ഗൈസ്, ഞാനൊന്ന് അവൻ്റെ പഴയ വീട്ടിലേക്ക് പോയി ഗൈസ്. ഞാനിപ്പം പഴയ വീട്ടിലൊക്കെ പോകാറുണ്ട് കേട്ടോ. പഴയ വീട്ടിൽ പോവാം ഗൈസ്. നല്ല വെയിലുണ്ട് കേട്ടോ. സമയം 10:30 കേട്ടോ, രാവിലെ 10:30 ആയിട്ടുണ്ട്. നല്ല വെയിൽ, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ടൊക്കെ വന്നു, പഴയ വീട്ടിൽ പോയിട്ട് നേരെ പുതിയടുത്ത് ഇങ്ങോട്ടൊക്കെ വന്നു ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് വിളിച്ചില്ല അല്ലേ ഗൈസ്. ഫൈനലി അങ്ങനെ 10th ഗൈസ് 10ാം ക്ലാസ് ഞാൻ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സന്തോഷം. ഞാൻ ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു കാത്തു നിന്നത് ഗൈസ്. ആ ദിവസം എത്തിച്ചേർന്ന് ഗൈസ്. പിന്നെ ഞാൻ ഇന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. എമ്പുരാൻ ഇന്നാണ് എമ്പുരാൻ റിലീസ് ചെയ്തത് ഗൈസ്. ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബ് കയറിയ പാടനെ കണ്ടത് റെസ്പോൺസ് ഗൈസ്, ലൈവ് തിയേറ്റർ റെസ്പോൺസ് ഗൈസ്. എല്ലാവരും പറഞ്ഞൊരു ഹോളിവുഡ് ടച്ച് ഉണ്ട് ഗൈസ്. അതെനക്കും ട്രെയിലറിനപ്പം മനസ്സിലായിട്ടുണ്ട് ഗൈസ്, ഹോളിവുഡ് ടച്ച് ഉള്ളത്. പിന്നെ ഗൈസ് ഹോളിവുഡ് ടച്ച്. പിന്നെ മോഹൻലാലിൻ്റെ ഗൈസ്, പക്ഷേ ലൂസിഫറിൽ മോഹൻലാൽ 41 മിനിറ്റേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ എമ്പുരാനിൽ 41 മിനിറ്റ് നമ്മളെ ലാലേട്ടനെ കാണാൻ പറ്റൂ ഗൈസ്. പിന്നെ ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട് ഗൈസ്. ഒരു ക്ലാസ് സാധനം, ഒരു തീ പാറും ഗൈസ്. ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ഈ എമ്പുരാൻ ഒരു കൂടിപ്പോയൊരു 500 കോടീൻ്റെ അപ്പുറം പോകും. കൂടിപ്പോയാൽ ഒരു 500-600 കോടി എന്തായാലും അടിക്കും ഗൈസ്, ഉറപ്പ് പറഞ്ഞു. എമ്പുരാൻ അത്ര കിടിലൻ സിനിമാവാൻ സാധ്യതയുണ്ട് ഗൈസ്. നാളെ ഞാൻ കണ്ടിട്ട് ഇതിനെക്കാണ് കിടിലമാത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇപ്പം എൻ്റെ ഒരു മനസ്സിലും വെച്ചോ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഈ എമ്പുരാൻ ഉറപ്പ് ഗൈസ് ഒരു 600 കോടീൻ്റെ മേലെ എന്തായാലും ഉറപ്പായിട്ട് അടിച്ചിരിക്കും ഗൈസ്. എന്താണെന്നറിയാം, മോഹൻലാലിൻ്റെ കിടിലൻ ആ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ആണല്ലോ ഗൈസ്. അന്നേരം എന്തായാലും ഉറപ്പായിട്ടും കിടിലൻ 600 കോടി ഉറപ്പ് ഗൈസ്. ഇത് ഉറപ്പ്, ഇതൊരു സംശയമില്ല. 600 കോടി ഉറപ്പായിട്ട് അടിച്ചിരിക്കും എമ്പുരാൻ ഗൈസ്. അങ്ങനെയാണെന്നൊക്കെ തോന്നുന്നത് ഗൈസ്. എന്തായാലും അടിക്കും. പിന്നെ ഗൈസ് ഇതിൻ്റെ 3ാം ഭാഗത്തിലും 41 മിനിറ്റ് മോഹൻലാൽ ഉണ്ടാവുന്ന പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു ഗൈസ്. അതിലുള്ളത് ഞാനൊന്നും അറിയില്ല. 41 മിനിറ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോരും അതിൽ മോഹൻലാൽ അധികം ഒന്നും കാണാൻ പറ്റൂലേ എന്ന് പറഞ്ഞിട്ട് ഗൈസ്. എന്തായാലും ഉണ്ടാവും, സിനിമയിൽ ഉടനീളം ഉണ്ടാവും എന്നൊക്കെ പിന്നെ ഒരാൾ പറയുന്നത്. കുറച്ച് നേരം അങ്ങനെ വരുന്നുണ്ട്, കുറച്ച് പേര് ഇങ്ങനെ വരുന്നുണ്ട് ഗൈസ്. എന്നാൽ സത്യാവസ്ഥ നാളെ ഞാൻ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാൻ പറ്റും ഗൈസ്. നിങ്ങളിപ്പോൾ ഇപ്പം പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇന്നാണ് റിലീസ് ചെയ്തത് പടം ഗൈസ്. പരീക്ഷയ്ക്ക് എന്തായാലും ഫുൾ A+ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഫൈനലി 10th എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ തമ്മിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അല്ല, ഫൈനലി ഫിനിഷ്ഡ് 10th അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു തമ്മിൽ ആക്കും ഗൈസ്. നമുക്ക് എന്നാ ചെയ്യേണ്ടത് ഇരിക്കുന്നത് ഗൈസ്. സന്തോഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ അടുപ്പിച്ച് 2 ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൽ നല്ല വ്യൂസ് കയറിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ആ വ്യൂസ് ഗൈസ്, അതിൻ്റെ അകത്ത് ഒരു 500 സംതിങ് വ്യൂസ് ഉണ്ട്. പക്ഷേ 500 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നമുക്ക് 500 എത്രയോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ സ്റ്റിൽ 31 തന്നെ നിൽക്കുകയാണ് ഗൈസ്. 31-32 ഓർമ്മ എത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും 30 സംതിങ് ആണ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നല്ല വ്ളോഗായിട്ട് ഞാൻ വരാം ഗൈസ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഗൈസ്. ഏതാ ഫ്രണ്ടിന് ആ ഫ്രണ്ടിന് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നു
കേസ് ഇനി നല്ല വ്ളോഗോ ചലഞ്ച് ആയിട്ട് വരാം കേസ്. നമ്മളെ ചലഞ്ച് വരും കേട്ടോ, ഗസ് ദ ക്യാരക്ടർ ചലഞ്ച് കേസ്. ഞാൻ അന്ന് പറഞ്ഞിരുന്ന വീഡിയോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും ഉറപ്പായ വീഡിയോ വരും കേസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേസ്. ലവ് യു ഗൈസ്.